ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇഫ്താർ സീരീസിൻ്റെ അടുത്ത റെസിപ്പി ബീഫ് ഫ്രൈ ആണ്. വളരെ ടേസ്റ്റിയായി നമുക്കൊരു ബീഫ് ഫ്രൈ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതാ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മളിതാ ബീഫ് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതൊരു കുക്കറിലേക്ക് ഇട്ടെടുത്ത ശേഷം അതിലേക്ക് നമുക്ക് 1.5 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് വേവിക്കാൻ വയ്ക്കാം. കൈ വെച്ച് തന്നെ നന്നായിട്ട് നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നാൽ മാത്രമേ നന്നായിട്ട് ബീഫിലൊന്ന് ഈ മസാലയൊക്കെ പിടിച്ച് വരത്തുള്ളൂ. എന്നിട്ട് ഒരു 5-6 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിക്കാൻ വയ്ക്കണം. അപ്പോൾ ബീഫ് വെന്ത് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിതിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ഒരു കൂട്ട് തയ്യാറാക്കിയെടുക്കാം. ഒരു മിക്സിയുടെ ജാറെടുത്ത ശേഷം അതിലേക്ക് ഒരു 4 വറ്റൽമുളക്, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, ഇതെല്ലാം കൊണ്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ അത് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ബീഫൊക്കെ നന്നായിട്ടൊന്ന് വെന്തും വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വരട്ടിയെടുക്കാം. ആദ്യം ഒരു ചട്ടി വെച്ച് നമ്മൾ ആ ഇരുമ്പ് ചട്ടിയിലാണ് ബീഫ് വരട്ടിയെടുക്കുന്നത്. അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് ബീഫ് നമ്മൾ വരട്ടുന്നത്. എണ്ണ ഒഴിച്ചെടുത്ത് എണ്ണ ചൂടായി വന്നതിന് ശേഷം സവാള എടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാള എടുത്തിട്ടുള്ളൂ. ഒരു സവാളയെ മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ്. ഒരു 10-15 ചെറിയുള്ളി ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്ത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ബീഫ് ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതാണ്. പെട്ടെന്നൊന്ന് വഴണ്ട് വരാൻ ഒരു അല്പം ഉപ്പൂടുതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 2-3 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് വെച്ച് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ ചതച്ച് വെച്ച ആ കൂട്ടാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം മാത്രമാണ് നമ്മളിതിലേക്ക് അരപ്പുകൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ കുറച്ച് പൊടികൾ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നേരത്തെ നമ്മൾ ബീഫ് വേവിച്ചെടുത്തപ്പോൾ അതിലേക്ക് കുറേ പൊടികളും കൂടി ചേർത്ത് കൊടുത്തായിരുന്നു. ഈ പൊടികളുടെയൊക്കെ ഒരു പച്ച മണം മാറി വരുന്നതോടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് ബീഫ് മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളതൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ഉപ്പില്ലെങ്കിൽ നമുക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ബീഫിൻ്റെ കളറൊക്കെ ഏകദേശം ചേഞ്ചായിട്ട് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കറുത്തൊന്ന് വരണം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് കറുത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കി നമ്മൾ ചതച്ച് വെച്ചിരുന്ന കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ വെളുത്തുള്ളിയുടെയൊക്കെ ഒരു ഫ്ലേവർ കിട്ടുന്നതാണ് ലാസ്റ്റ് നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ.
അപ്പോൾ അതാ നമ്മുടെ ബീഫ് ഫ്രൈ നന്നായിട്ട് കറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കല്ല്. അതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ല്. ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്.